ഷഹനാസൻ എന്തോ പറയാനുണ്ട്. ഷഹനാസ്, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. താങ്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോഴൊക്കെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്? ഞാനിത് ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം, താങ്കൾ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇന്ന് അറിയാതെയാണെങ്കിലും ഷാഫി പറമ്പിലിൻ്റെ നാവിൽ നിന്ന് ആ വാക്ക് വരികയും ചെയ്തു. ഞാനും കൂടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അധ്യക്ഷനാക്കാൻ. ഉമ്മൻചാണ്ടിയുടെ മനസ്സിൻ്റെ താല്പര്യം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നില്ല. അത് വ്യക്തമായിട്ട് അറിയാവുന്ന ആളായിരുന്നു ഷാഫി പറമ്പിൽ. അഖിലിനെ പിന്തുണയ്ക്കേണ്ടതിനു പകരം ഉമ്മൻചാണ്ടിയുടെ ഒപ്പം നടന്ന് ഷാഫി പറമ്പിൽ പിന്തുണച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ്. അപ്പോൾ അന്ന് എന്തായിരുന്നു ഷാഫിയുടെ ഒരു പ്രതികരണം, ഷഹനാസ്? ഞാൻ ആദ്യം അതിനുത്തരം ഞാൻ നൽകാം. അതായത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതികരണം എന്ന് പറയുന്നത് അവഗണനയായിരുന്നു, പുച്ഛമായിരുന്നു. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർത്തും അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുച്ഛം തന്നെയാണ്. പക്ഷെ ഇപ്പം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുതിയ ഇഷ്യൂസ് പരാതികളായിട്ട് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടത്തിൻ്റെ ഒരു സ്മൈലി അദ്ദേഹം ഇടുകയുണ്ടായി ഈ പ്രശ്നത്തിൻ്റെ ഒരു ലാസ്റ്റ് സമയത്ത്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജയസ് അഖിലിനെ പോലെയുള്ള ഒരു യുവ ചെറുപ്പക്കാരൻ എത്രയോ കാലമായിട്ട് ഞങ്ങൾ ഒരു പെണ്ണെങ്കിലും അദ്ദേഹത്തിനെതിരെ പരാതി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കോൺഗ്രസ്സിലെ. പിന്നെ ജയ്ക്ക് പറഞ്ഞതിനോടൊക്കെ എനിക്ക് പ്രതികരിച്ചേ മതിയാവൂ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നല്ല, BJP എന്നല്ല, കോൺഗ്രസ് എന്ന് പറയുന്നതല്ല, എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. സ്ത്രീകൾ ഒരു മനുഷ്യനെ കുറിച്ച് പരാതി പറഞ്ഞാൽ, അത് മുകേഷ് ആവട്ടെ, PK ശശി ആവട്ടെ, രാഹുൽ മാങ്കൂട്ടം ആവട്ടെ, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായ ധാരണ ഓരോ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കുണ്ട്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ എന്നെ പോലെയൊക്കെ വന്ന് പ്രതികരിക്കാനുള്ള ഒരു സ്പേസ് എങ്കിലും ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെയുള്ള ഒരു ജനാധിപത്യം, ഞങ്ങളുടെ പാർട്ടിയിലുള്ള ജനാധിപത്യം അനുസരിച്ച് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞ് പ്രതികരിക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതുപോലും ഇല്ല. അത്രയ്ക്ക് ഗതികേടുള്ള സ്ത്രീകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. എല്ലാ പാർട്ടികളിലും സ്ത്രീകൾക്കെതിരെ പറഞ്ഞത് മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് വേണ്ടി വന്നില്ലേ? നിങ്ങൾ അങ്ങനെ പറയരുത്. ഏറ്റവും പെട്ടെന്ന് ശക്തമായ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. എനിക്ക് മകളടക്കം നിരവധി ആളുകൾ, ഇപ്പോ 67 വയസ്സുള്ള ഏതോ ഒരു സിവിൽ സർവന്റ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ ഇത്രയും പരാതികൾ ഉണ്ടായിട്ടും അയാളെ പാലക്കാട് കൊണ്ടുപോയി മത്സരിപ്പിക്കുക, അയാളെ സെലിബ്രിറ്റി ആയിട്ട് കൊണ്ടുപോവുക. നോക്കൂ, ഈ സമയത്ത് പോലും അയാൾ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് പങ്കെടുത്തിട്ടുണ്ട്. അത് കോൺഗ്രസിനകത്ത് ഇപ്പോഴും അദ്ദേഹത്തെ പോലെയുള്ള വേട്ടപ്പട്ടികളെ അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞു വരുന്നത്. അത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മാത്രമല്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എല്ലാ പാർട്ടിക്കകത്തുമുണ്ട്. അത് മാറണം. സ്ത്രീകൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും മാന്യമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം അങ്ങനെയാണെങ്കിൽ മുകേഷ് എന്ന് പറയുന്ന ഇവിടെ വ്യക്തി MLA ആയിട്ടുണ്ടാവില്ല. മുകേഷ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ MLA ആയിട്ടുണ്ടാവില്ല. രാഹുൽ മാങ്കൂട്ടം ഇന്നും പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് നേരെ ഈ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ്. എന്നാലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ VD സതീശൻ അടക്കമുള്ളവർ ഇങ്ങനെ ഒരു വ്യക്തമായ ധാരണയില്ലാതെ, പരാതിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിൽ MP-യുടെയും അണികൾക്ക് കൂടി ബോധ്യമാവണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അപമാനിക്കുന്നത് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പെണ്ണുങ്ങളെ മുഴുവൻ പീഡിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും അദ്ദേഹമാണ് ഈ പാർട്ടിയെ ഏറ്റവും മോശമായ അവസ്ഥയിൽ എത്തിച്ചത്. ഈ പാർട്ടി അദ്ദേഹത്തിന് നൽകാത്തതൊന്നുമില്ല. MLA ആക്കി, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കി. അദ്ദേഹം ആണായതിന്റെ പേരിലാണ്. ആണായതുകൊണ്ട് അദ്ദേഹം ആഘോഷിക്കപ്പെട്ടു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പ്രശ്നത്തിലായിട്ട് പോലും അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അത് ഇവിടെയുള്ള കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളുടെയും ഗതികേടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. താങ്ക് യു. Debate with Dr. Arun Kumar.